ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഅദ്. വിശിഷ്ടരായ ഉസ്താദുമാർ, അതിഥികൾ, സംഘടനാ സാരഥികൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രവാസികൾ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും വളരെ എളുപ്പത്തിൽ ക്യാഷ് ഉണ്ടാക്കാനും കോഴ്സ് പൂർത്തിയാക്കാനും ആലോചിക്കുന്ന കാലത്ത് 7 മിനിറ്റ് കൊണ്ട് സ്വർഗത്തിലെത്താൻ എങ്ങനെ കഴിയും എന്നാണ് നമ്മുടെ ഈ സെഷന്റെ ഒരു വെല്ലുവിളി. അതിനെ വളരെ ധൃതിയിൽ പോകണം എന്നാണ് ഖുർആൻ പറയുന്നത്. വസാരിഹു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ. നിങ്ങൾ സ്വർഗത്തിലേക്ക് വളരെ സ്പീഡായിട്ട് പോകേണ്ടത്. സ്വർഗം അല്ലെങ്കിൽ നരകം, രണ്ടിലൊന്നും എന്തായാലും നമ്മൾ കിട്ടും. നമുക്ക് എന്തായാലും അത് കിട്ടും. നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും സ്വർഗമോ നരകമോ രണ്ടിലൊന്നും എന്തായാലും കിട്ടും. എയ്തറോറാണ്. നമ്മളൊക്കെ 1-ാം ക്ലാസ്സിനോ 2-ാം ക്ലാസ്സിനോ ആണ് മരിച്ചെങ്കിൽ സ്വർഗോറപ്പാണ്. ഇപ്പം മരിച്ചാൽ സ്വർഗോറപ്പുള്ള ആരെങ്കിലുമൊക്കെ കൈപൊക്കിയാൽ ലാസ്റ്റ് ഓരെ കൊണ്ടൊന്ന് ദ്വാരപ്പിക്കാന്ന് വിചാരിച്ചിട്ടാല് നമുക്ക് അങ്ങനെ ആയിരിക്കും ധൈര്യമില്ല. അതെന്താണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് ആലോചിക്കുന്നിടത്താണ് നമ്മുടെ ഒരു എന്താ പറയാ, ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവേണ്ടത്. സ്വർഗം എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ വീടാണ്. ഉഇദ്ദത്തുൽ മുത്തഖീൻ. പിശാചിന്റെയും ഇബ്ലീസിന്റെയും ശൈത്താന്റെ ഒക്കെ വീടാണ് ടോയ്ലറ്റ്. പബ്ലിക് ടോയ്ലറ്റിൽ മൂത്രപ്പുരയിലൊക്കെ കയറാന് 2 രൂപയൊക്കെയാണ് ഇപ്പൊ തളിപ്പറമ്പ് ടൗണിലൊക്കെ വാങ്ങണത്. അവിടെ കയറണമെങ്കിൽ തന്നെ അങ്ങനെ കൊടുക്കണമെങ്കിൽ, മുത്തഖീങ്ങളുടെ വീട്ടിൽ കയറണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതിന് ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം മാത്രം മുന്നിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ് സ്വർഗത്തിൽ പോകാനുള്ള ഒന്നാമത്തെ കാരണം. 2 കാരണങ്ങൾ കൊണ്ടാണ് പലരും സ്വർഗത്തിലെത്തുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം തിർമിദി, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് 2 കാരണങ്ങൾ. ആ 2 കാരണങ്ങളെ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് ക്ലാസ് അവസാനിപ്പിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തത് തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ്. തഖ്വ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ആനകളൊക്കെ ശരിക്ക് ഡൊമസ്റ്റിക് ആനിമൽ അല്ല. ആന വൈൽഡാണ്, കാട്ടാന ഉണ്ടാവുക. വളർത്തുമൃഗം ആക്കണത് ആനന പതികേറി ഒരു കുഴിയെടുത്ത് 8 മാസം അതിൽ പാർപ്പിച്ച് പനയോലിട്ടൊടുത്ത് അതിന്റെ കാലിന് ചെങ്ങലിട്ട് അതിന്റെ കാല് വലിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ചെങ്ങല കൊണ്ട് വരിഞ്ഞു മുറുകി അതിന് കാലിന് പഴുപ്പ് ബാധിച്ച് 8 മാസം അതിന് പരിശീലനം കൊടുത്ത് പിന്നെ കയറാണ് കെട്ടല് കാലിന്. അപ്പോഴും കാല് കയറുകൊണ്ട് കിട്ടിയാൽ ആനക്ക് നിഷ്പ്രയാസം ക്ഷിപ്രസാധ്യത്തിൽ അതിനെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ ആനന്റെ വിചാരം ഇപ്പോഴും കാലിന് ചെങ്ങലയാണെന്നാണ്. ആന നന്നായി പാപ്പം പറയുന്നിടത്ത് നിൽക്കും. സർക്കസിലേക്കൊക്കെ കൊണ്ടുവരുന്ന സിംഹം ക്ഷുദ്രജീവിയാണ്. പുലി അതൊക്കെ ഇങ്ങനെ ഒരു വളയിട്ടോട്ട് അതിന്റെ ഉള്ളിലൂടെ ചാടും, പറയുന്നിടത്ത് നിൽക്കും. ഇപ്പൊ സിംഹവും നന്നായി, പുലിയും നന്നായി, ആനയും നന്നായി. ആകെ നന്നാവണം നമ്മളെ കുറച്ചാളേ ഉള്ളൂ. 26 രാവിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നീട്ടി ആമയും പറയലല്ല യഥാർത്ഥത്തിൽ ഒരു തഖ്വ എന്ന് പറയണം. നമുക്ക് തഖ്വ ഉണ്ടാവുക എന്ന് പറയുന്നത്, മഹാനാ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു വഴിയിലൂടെ നടക്കുമ്പോ കുറെ ആടുകളെയും ആ ആടിനെ മേക്കുന്ന ഒരു ഷെപ്പേഡിനെയും കണ്ടു, ഒരു ആട്ടിടയനെയും കണ്ടു. ആ ആട്ടിടയനോട് ചോദിച്ചു, ഈ തടിച്ചു വീർത്ത അകിടിൽ നിറഞ്ഞ് പാല് നിൽക്കുന്ന ഈ ആടിനെ എനിക്ക് വിൽക്കാവോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റേതല്ല, ഞാനൊരു അടിമയാണ്, എന്റെ മുതലാളി വേറുണ്ട്, ബോസ് വേറുണ്ട്, അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഒരു വിൽപ്പന എനിക്ക് പറ്റൂലല്ലോ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഇയാൾക്ക് തഖ്വ ഉണ്ടോ എന്ന് പരിശോധിക്ക എന്ന അർത്ഥത്തിൽ ഇയാള് പറയണത് ഒരു സിൻസിയർ ആത്മാർത്ഥതയോടുകൂടിയാണോ എന്ന് അറിയാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ജസ്റ്റ് ഒരു ഡോസ് പരിശോധന നടത്തി.
ആ പരിശോധന ഇങ്ങനെയായിരുന്നു: ഈ ആട് അകിട് വീർത്ത നന്നായി പായേരുന്ന ഈ ആടിനെ നീ എനിക്ക് വിറ്റുള്ളി, നിന്റെ മുതലാളിയോട് ചോദിക്കൊന്നും വേണ്ട, നീ എനിക്ക് വിൽക്ക്. പിന്നെ നിന്റെ മുതലാളി ചോദിക്കുമ്പോ നീ എന്ത് പറഞ്ഞാൽ മതി, അതൊരു ചെന്നായ പിടിച്ചിട്ട് അത് നശിച്ചു പോയി എന്ന് പറഞ്ഞേക്ക്. നിനക്ക് കാശും കിട്ടി, മുതലാളിയോട് പറയാനുള്ള കാരണവും കിട്ടി. അപ്പോ ഈ അടിമ ചോദിച്ചു അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളോട്, അപ്പോ ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോയാല് മുതലാളി ആ ആടിനെ കുറിച്ച് അന്വേഷിച്ചാല് പിന്നെ അതിന് ചെന്നായ പിടിച്ചു എന്ന് പറയണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് മുതലാളിനോട്? അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അയിനല്ല, അള്ളഹാനോട് എന്താ പറയില്ലേ എന്ന് ചോദിച്ചു. അയിനല്ല, അള്ളഹാനോട് ഇപ്പൊ എന്താ പറയാ? അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഭയങ്കരമായിട്ട് വിപ്ലവം സൃഷ്ടിച്ചൊരു വാക്കായിരുന്നു. കുറെ കാലത്തേക്ക് അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് അതായിരുന്നു, അയിനല്ല. അള്ളഹാനോട് എന്താ പറയല് എന്ന് പറഞ്ഞാൽ ഉത്തരാധുനിക ഭാഷയിൽ സംസാരിച്ചു എന്ന് മാത്രം. പിന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോഴൊക്കെ പറയും, യഖൂലു ദാലിക്കൽ അബ്ദു, ആ അടിമ പറയണേ അയിനല്ല. അള്ളഹാനോട് എന്തോ പറയും, ബോസിനോട് എന്തോ പറയും, മാനേജറോട് എന്തോ പറയും. അത് നമ്മുടെ ഒരു ആലോചന ആയിരിക്കണം. മൊബൈലിൽ ഇപ്പൊ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വൈഫ് വന്നിട്ട് എന്താ കാണുന്നത്, അതൊന്നുമില്ല. അള്ളഹാനോട് എന്താ പറയാന്നാണ് നമ്മൾ ഏതൊരു കാര്യത്തിന്റെയും ആലോചനയുടെ അവസാനത്തേണ്ടത്. അതാണ് തഖ്വ. അതെ, ഒരുപാട് കാര്യങ്ങളുടെ ഒരു വിശാലമായ ഒരു ലോകത്തേക്ക് പോകാൻ കഴിയും. രണ്ടാമത്തത്, സ്വർഗത്തിലേക്ക് പോലുള്ള രണ്ടാമത്തെ വഴി സൽസ്വഭാവമാണ്. അതാണ് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നായക്ക് വെള്ളം കൊടുത്ത സ്ത്രീ സ്വർഗത്തിൽ പോയത് കൊല്ല അജ്ജിന് പോകുന്നോണ്ടല്ല. അയാൾ ഒരുപാട്, ആ പെണ്ണ് വേറെന്തേലും മറ്റു പ്രവർത്തനങ്ങൾ നടത്തിയോണ്ടല്ല. ഒരു സ്വഭാവത്തിന്റെ ശുദ്ധിയുടെ ഒരു വശം ആ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളതാണ്. പൂച്ചനെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയത് പ്രബലാഭിപ്രായം അനുസരിച്ച് ആ പെണ്ണ് മുസ്ലിമത്താണ്, ആ പെണ്ണ് നിസ്കരിക്കാത്തോണ്ടല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത സൽസ്വഭാവമാണ്. ഖുർആനെ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ട് നിങ്ങൾ, ഇന്നക അലാ ഖുലുഖിൻ അളീം എന്നാ പറഞ്ഞേ. തങ്ങൾ സൽസ്വഭാവിയാണെന്നല്ല, സൽസ്വഭാവത്തിന്റെ മേലെയാണ് തങ്ങൾ. തങ്ങൾ ഇങ്ങനെ അടിയിലേക്ക് നോക്കുമ്പോൾ അടിയിൽ സൽസ്വഭാവം. അപ്പൊ ആരായിരിക്കും തങ്ങൾ? ആയിഷ ബീവി നബി തങ്ങൾ ചെറിയൊരു സൗന്ദര്യ പിണക്കുണ്ടായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മസ്ലഹത്തിന് വേണ്ടി വന്നു, ഭാര്യന്റെ ഉപ്പ അമ്മോശങ്ക. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിനെ ഒരു സ്ഥലത്തും നബി തങ്ങളെ എടുത്ത് ഇരുത്തിയിട്ട് ആയിഷ ബീവിനെ നോക്കിയിട്ട് പിതാവ് പറഞ്ഞു, പിന്നെ രണ്ടാളുടെയും വാദങ്ങൾ ഞാൻ കേൾക്കാം. പിന്നെ ഫസ്റ്റ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോട്ടെ അല്ലേ ആയിഷ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, അഭിപ്രായം എന്താ? ആയിഷ ബീവി പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഉള്ളതേ പറയാൻ പറ്റുമായിരുന്നു. ആയിഷ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ 110 അങ്ങോട്ട് കയറി. ആയിഷ ബീവിയുടെ പെരടിക്കൊന്ന് കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹിന്റെ കണ്ണെന്ന് വെള്ളയിറ്റ്, എന്റെ ആയിഷാനെ തുടരുത്, എന്റെ ആയിഷാക്കിടയിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, സിദ്ദീഖ് നീ പോയിക്കോളി, എന്റെ ആയിഷാക്കും എനിക്കിടയിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ അമ്മോശന്റെ വക ഒന്ന് കിട്ടിയാൽ ഒന്നൊന്നും പോരാ, 2-3 കൊടുക്കും. അപ്പോഴും നമ്മുടെ കീശയിൽ 2 മെമ്പർഷിപ്പ് ഉണ്ടോ? അവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം കിടക്കണം. സൽസ്വഭാവമാണ് ഏറ്റവും പ്രധാനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സെയ്ദ് ബിൻ അഖ്തബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയപ്പോ ഒരു ഗ്ലാസ് വെള്ളമാണ് ഫസ്റ്റ് കൊടുത്തത്. ആ വെള്ളത്തിൽ ഒരു മുടി കണ്ടു. മുടി കണ്ടപ്പോ സെയ്ദ് ബിൻ അഖ്തബ് റളിയല്ലാഹു അൻഹു അത് കണ്ടു, എന്റെ മുടി തങ്ങൾ കുടിക്കാൻ വെച്ച വെള്ളത്തിൽ വീണിട്ടുണ്ട്. അപ്പൊ സെയ്ദ് ബിൻ അഖ്തബ് റളിയല്ലാഹു അൻഹു ഒന്ന് ചുണുങ്ങിപ്പോയി. അവനെ തങ്ങൾ ആ മുടിയെടുത്തിട്ട് ഈ മോനെയും ഈ മുടിയും നോക്കിയിട്ട് അല്ലാഹുമ്മ ജമ്മിൽഹു, ഈ മുടിയുടെ ഉടമസ്ഥന് ഭംഗി കൊടുക്കണേ അല്ലാഹ്. 93 വയസ്സ് വരെ ആ സ്വഹാബി ജീവിച്ചിട്ട് ഒരു മുടിയും നരച്ചിട്ടില്ല. എത്ര നമ്മളെ വീട്ടിലെ ഇറച്ചിക്കറിയിൽ സിറാത്തുൽ മുസ്തഖീം കിട്ടിയ രാഷ്ട്രീയ കലാപമായിരിക്കും. അപ്പൊ നമ്മൾ എവിടുന്ന വരുന്നത്? ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് അല്ലേ? അവിടെയാണ് നമ്മൾക്ക് എവിടെയൊക്കെയോ ഒരു പരാജയം സംഭവിച്ചത്. സൽസ്വഭാവമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അതില്ലാതെ സ്വർഗത്തിൽ കയറാം എന്ന് ഒരാളും വിചാരിക്കരുത്. അള്ളാഹു നമ്മളെയൊക്കെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി പെരുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത്. അങ്ങനെയെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ വേറൊരു ഭാര്യയുടെ വക ഒരു പാത്രത്തിൽ, പളുങ്കു പാത്രത്തിൽ പായസം കൊണ്ടുവന്നു. പായസം കൊണ്ടുവന്നപ്പോ ആയിഷ ബീവി അന്ന് കുറച്ച് ചൂടില്ല, ഫെയർല. ആയിഷ ബീവി എന്തോ ഇത് കൊണ്ടുവെക്കുന്നത്? പായസം. ഒറ്റത്തട്ട് കൊണ്ടുവരാൻ കൊണ്ട് സമയം അത് വീണ് പൊട്ടി, പാത്രമൊക്കെ പൊട്ടി, പായസമൊക്കെ മറന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. തങ്ങള് ഇത് കണ്ടപ്പോ അവിടെ ചെയ്തെന്താ അറിയോ? 7 ആകാശത്തിന്റെ അപ്പുറം പോയിട്ട് അർശും കുർസിയും റബ്ബിനെ കണ്ട മുത്തുനബി നിലത്തിരുന്നിട്ട് പാത്രം പൊറുക്കിയെടുക്കുന്നു. ആലോചിച്ചു,
നമ്മളെ വീട്ടിലാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതെങ്കിൽ ഭാര്യ നിലത്തിരുന്നിട്ട് 32 പല്ല് പൊറുക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ കട്ടയായിരിക്കും. സുന്നത്ത് നിസ്കരിക്കൂല, ജമാഅത്തിന് പോല. അവിടെ ഇത് കുറച്ചുകൂടി വിശാലമായിട്ട് പറയേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് കുറച്ചുകൂടി പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. ഈ 2 ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ എന്തായാലും വേണം. സൽസ്വഭാവം, തഖ്വ. ഇത് 2 നമുക്കുണ്ടോ രക്ഷപ്പെട്ടു. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും പണ്ഡിതന്മാർ പറയണ 3 അടയാളങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 അടയാളങ്ങൾ. 1, ഇന്നക തഹ്മിലുൽ കല്ല എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമുക്കുണ്ടാണ്. ഇറ്റ് മീൻസ് മറ്റൊരാൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മളുടെ വിഷമവും കൂടി ആവണം അത്. ഐ മീൻ, ഇപ്പൊ നമ്മുടെ ഭാര്യയോടൊന്നിച്ച് നമ്മുടെ റൂമിൽ ബെഡ്റൂമിൽ ഉണ്ടാകുമ്പോ ഭാര്യ പറഞ്ഞ് AC കുറച്ച് കുറക്കും, പ്രവാസമാകുമ്പോ നാട്ടിലേക്ക് വന്നാൽ ഫാൻ ഒന്ന് ഓഫാക്കും, ഭയങ്കര ജലദോഷം കഫ് കെട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഭർത്താവ് അപ്പുറത്തെ റൂമിൽ പോയി ചൊറങ്ങിക്കോ. അല്ല, അപ്പൊ നമുക്കും ജലദോഷം വരണം. ഇന്നക തഹ്മിലുൽ കല്ല. അതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നിബിധങ്ങൾ 1300 സഹാബിമാരെ കൂട്ടിയിട്ട് മദീനയിൽ നിന്ന് മക്ക വിജയിക്കാൻ വേണ്ടി, ജയിച്ചടക്കാൻ വേണ്ടി മക്കം ഫത്തീന് പോകുമ്പോ പെട്ടെന്ന് ഒരു വഴിയെത്തിയപ്പോ നിബിധങ്ങൾ പറഞ്ഞു നമുക്ക് റൂട്ട് മാറ്റാം. എന്തേ? ഇതല്ലേ സാധാരണ കോമൺ ഓർഡിനറി വേ, ഇതല്ലേ. അപ്പുറത്തേക്ക് എന്തിനാ പോകുന്നത്? അത് കുറച്ചുകൂടി ഡേഞ്ചറസ് അല്ലേ. ഇപ്പുറത്തേക്ക് അത് അവിടെ ഒരു നായ അതിന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് അതൊരു ശല്യല്ലേ. ഇപ്പുറത്തേക്ക് പോവാ മക്കളെ. ഇതാ ലോകത്ത്, ഇതാ എന്താ പറയാ, ഡിസേർട്ട് ഓഫ് പ്രൊഫറ്റില് മൗലാന മുഹമ്മദ് അലി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിനെ ജയിച്ചടക്കിയത് അവിടുത്തെ സൽസ്വഭാവം കണ്ട. സെയ്ദുൽ ഖൈൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. സുവർമിൻ ഹയാത്ത് സഹാബ അൽമക്കർ പഠിക്കണ കാലത്ത് ആ ചരിത്രം വായിച്ചു ഓർക്കുന്നുണ്ട്. സെയ്ദുൽ ഖൈൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് സെയ്ദാണ് പേര്. അയാളുടെ പേര് അൽ ഖൈൽ. കുതിരക്കാരനായ സെയ്ദ് എന്ന് പറയാൻ കാരണം ഹോഴ്സ് റൈഡ്സിൽ, കുതിര സവാരിയിൽ അയാൾ ഫസ്റ്റ് A+ ഗ്രേഡാ. അയാൾ ഭയങ്കര മൽപ്പിടുത്തക്കാരനാണ്. അയാൾ ഒരിക്കലും നബി തങ്ങളെ ഗുസ്തി ഒടിച്ചിട്ട് തോൽപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അയാൾ വരുന്ന സമയത്ത് നബി തങ്ങള് യാ സൈദുൽ ഖൈൽ എന്ന് പറയുന്നതിന് പകരം യാ സൈദുൽ ഖൈർ, ലാമു മാറ്റി റാ ആക്കി നന്മയുടെ സെയ്ദേ എന്ന് വിളിച്ചതേ ഉള്ളൂ. ഹി ഹാസ് കൺവേർട്ട് ടു ഇസ്ലാം. അയാൾ ഇസ്ലാമിലേക്ക് വന്നു. ലഘുലേഖില്ല, CD ഇല്ല, സ്വാഗതം തന്നെ 46 മണിക്കൂർ ഇല്ല, എന്തൊരു പ്രശ്നമില്ല. കണ്ട, തീർന്ന്. ഇതാണ് ഇസ്ലാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. സൽസ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് ഒന്നാമത് അഭിപ്രായം പരലോകത്ത് ചോദിക്കൽ നമ്മളെ ഭാര്യനോട്. അയാളെങ്ങനെ? ഞാൻ പറയാൻ നിൽക്കുക 56 കൊല്ലം സഹിച്ചിട്ടൊക്കെ മിക്കാറും കാര്യം. ഒന്നാമത്തെ അടയാളം മറ്റുള്ളവരുടെ വിഷമം നമ്മളും സഹിക്കുക. അതാണ് ഈ സംഘടനാ പ്രവർത്തനം, സ്ഥാപനം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ചിത്താരി ഉസ്താദ് നമ്മൾക്ക് ഓതിത്തരുന്ന കാലത്ത് ഉസ്താദ് ബഹ്റൈനിലോ ഏതോ ഒരു വിദേശ രാജ്യത്തിന്റെ ഒരു കഥ പറയുണ്ടായിരുന്നു. ഉസ്താദ് പിരിവടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ 10 ദീനാറോ ദിർഹമോ കൊണ്ടു കൊടുത്തു. അപ്പൊ ഉസ്താദിനെ നെട്ടി. ഉസ്താദിന്റെ അടുത്ത് 10 ദീനാറിൽ ആരും കൊണ്ടു കൊടുക്കും. അപ്പൊ അയാൾ പറഞ്ഞത്രേ, ഉസ്താദ് എനിക്ക് 10 മാസം ഇവിടെ ജോലി ഇല്ലാതെ, ഉസ്താദ് എന്നാലും ഒന്നും തരാതിരിക്കൽ മോശമല്ലേ, ഞാൻ ഇത് കടം വാങ്ങിയിട്ട് തരുന്നതാണ്. അങ്ങനത്തെ പ്രവാസികൾ അങ്ങക്ക് തിന്നാൻ തരുന്നത് നിങ്ങൾ വേറക്കണേന്ന് പറയാൻ വേണ്ടിയിട്ടാ ശേഖൻ അന്ന് പറഞ്ഞേക്കുന്നത്. അല്ലാഹു ഉസ്താദിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഒന്ന്, മറ്റുള്ളവരുടെ വിഷമം നമ്മൾ സഹിക്കാം. രണ്ടാമത്തത്, നമ്മളെ കൊണ്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാവരുതെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും വിചാരിക്കും. ഇപ്പൊ ബസ്സിന് കൈ നിർത്തിയിട്ടില്ല, ഇതിന്റെ ലലാക്കിന്റെ പോക്കാണ്. തളിപ്പറമ്പിലെത്തുന്നതിന് മുമ്പ് ടയർ പഞ്ചറായി 3 ആര്യ സ്ഥലത്തും ചെല്ലിക്കോ, നേർച്ചായിക്കോ, ഒരു കുത്തുബിയത്തും. ഇങ്ങനെയൊന്നും നമ്മുടെ മനസ്സാകാൻ പാടില്ല. പിന്നെ എന്തിനാ നമ്മൾ അസർ നിസ്കരിച്ചേക്കുന്നത്? ഈ അസർ നിസ്കാരം എന്തിനാ ശരിക്കും? ആൾക്കാർ ചവിട്ടണ ഭൂമിയിൽ നിന്റെ നെറ്റിത്തടം വെച്ചിട്ട് നിന്റെ കിബർ പോണോന്ന് അതിന്റെ അർത്ഥം. അല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലും കൊണ്ട് കാര്യം? ഹജ്ജ് ഇവിടെ ഹജ്ജിനൊക്കെ, ഇവിടുത്തെ ചില ആൾക്കാർ ഹജ്ജിന് പോയ ഓരോ ഫസ്റ്റ് ഫ്ലോർ വീട്ടിൽ തന്നെ 3 ബാത്റൂമിലുണ്ട് ഉപയോഗിക്കാത്ത. ആടെ ബാത്റൂമിൽ ആവും ഒരു കപ്പ് എടുത്തിട്ട് അരമണിക്കൂർ കാത്തിക്കുന്നതാണ്. എന്തിന്? നിന്റെ കിബറങ്ങ് പോണെന്നാണ് ഇസ്ലാം പറയണത്. ഇത് പോവാണ്ടെന്ത്? ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ഇന്നത്തെ പ്രവാസി സംഗമം കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്രവാസി സംഗമം എങ്ങനെയുണ്ട്? ടോപ്പിൽ. ആരാ ചെയർമാനെ നോക്കണ്ടേ? പോയി ഫുള്ളും പോയി. ഇതൊന്നുമല്ല ഇതിന്റെ ഒരു ലക്ഷ്യം. ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ശുദ്ധിയാണ്. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു വിഷമം സഹിക്കരുത്. ഇപ്പൊ ഒരു ബസ്സിന് കൈ നിർത്തി, ഇത് ഈ സ്റ്റോപ്പിൽ അപ്പുറം നിർത്തി, പിന്നെ അടുത്ത പരാതി എന്താ അറിയോ? ഇതിന്റെ ലലാക്കിന്റെ നിർത്തലാണ്. ഇയാളെ കണ്ട ബസ് നിർത്തണം, ഇയാളെ കയറ്റി എവിടെ നിർത്തരുത്. ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഈ ഇവിടുത്തെ കുത്തുബുഖാനയിൽ ആ ചരിത്രം വായിച്ചു ഓർക്കുന്നുണ്ട്. ഇമാം നവവി റളിയല്ലാഹുവിന്റെ തൊപ്പി ഒരാൾ കട്ടുകൊണ്ടുപോയി.
കട്ടുകൊണ്ടുപോയപ്പോ നബിമാമ അയാളുടെ ബേക്കിലോടി. അപ്പൊ ആ കട്ടുകൊണ്ടുപോയ ആള് സ്പീഡ് കൂട്ടി, മഹാനവറുകളും സ്പീഡ് കൂട്ടി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ആ തൊപ്പി എനിക്ക് വേണ്ട. പിന്നെ ഞാൻ നിങ്ങളെ ബേക്കിൽ ഓടിയത് ആ തൊപ്പി നിന്നിൽ നിന്ന് പിടിച്ചു വാങ്ങാനോ കേസ് FIR തയ്യാറാക്കാനൊന്നല്ല. ഇതെന്തിനാന്ന് വെച്ചാല് ആ തൊപ്പി നിനക്ക് ഉപയോഗിക്കൽ ഹലാലാവണമെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടിന് നീ അറിയണ്ടേ, അത് ഞാൻ അറിയിക്കാൻ വേണ്ടി വന്നതാ. ആഖിറത്തിൽ എന്നെ കൊണ്ട് എനിക്ക് കുറ്റം കിട്ടണ്ടെന്ന്. നമ്മളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ കാണിച്ചുതരാം. ഇവൻ അള്ളാന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, ആഖിറത്തിൽ കാണിച്ചുതരാം. ഇതൊന്നല്ല നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അത് ഏറ്റവും പ്രധാനം. മൂന്നാമത്തത് സൽസ്വഭാവം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ നമ്മള് ഒരു വിഷയം പറഞ്ഞാൽ ആരിൽ നിന്നും ഒന്നും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. നമ്മുടെ വൈയക്തിക കാര്യങ്ങളാണ് പറയുന്നത്. ആരിൽ നിന്നും നമുക്കൊന്നും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കരുത്. അതേസമയം തന്നെ ഒരാൾ എന്തെങ്കിലും പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങുകയും വേണം. ഒരിക്കൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധനം കൊടുത്തയച്ച സമയത്ത് ഉമർ മടക്കി അയച്ചു. ഉമർനോട് ചൊല്ലി ഉമർ. ഇമാം മാലിക് തങ്ങളുടെ മുഖത്തതിന്റെ ഷറഹിലുണ്ട് ചരിത്രം. എന്താ ഉമർ നീ മടക്കിയത്? താങ്കളല്ല പറഞ്ഞ ആരെടുത്തൊന്നും ആ പറഞ്ഞതിന്റെ അർത്ഥം ആഗ്രഹിക്കരുത്, കൊതിക്കരുത് എന്നല്ലേ. ഒരാൾ ഇഷ്ടപ്പെട്ട് തന്നാ വാങ്ങണ്ടേ. അന്നേരം ഉമർന്നാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ 2 കാര്യം തീരുമാനിച്ചു. ഒന്ന്, ആരെടുത്തൊന്നും ഒന്നും കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കൂല. 2, ആരെങ്കിലും എന്തെങ്കിലും തൃപ്തിപ്പെട്ട് തന്നാൽ വാങ്ങും ചെയ്യും. അതുകൊണ്ടല്ലേ ഇസ്ലാമില് സുന്നത്ത് നോമ്പ് എടുത്ത ദിവസം ഏതെങ്കിലും വീട്ടില് ഫീസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് പോയി, എന്നിട്ട് അള്ളാഹ് ഉസ്താദ് നോമ്പുണ്ടല്ലേ, കാര്യമായിട്ട് ഉസ്താദിനല്ലേ ഇത് വെച്ചേക്കുന്നത്, എന്നാ അവിടെ നോമ്പ് മുറിക്കല സുന്നത്ത്. അതിന്റെ അർത്ഥം നോമ്പ് സുന്നത്ത് നോമ്പ് എടുത്ത ദിവസം എല്ലായിടത്തും പോയിട്ട് മുറിക്കണം ചോദിക്കണം എന്നല്ല. അങ്ങനെയൊന്നും അതിനർത്ഥമില്ല. അങ്ങനെ വിചാരിച്ചേക്കരുത്. ആരെടുത്തു അത് നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയാല് പിന്നെ മൂത്തമ്മാന്റെ വക ഒരു അനാർ ജ്യൂസ് വേണ്ട എന്റെ വയറ് ഫുള്ളാന്ന് പറയരുത്, കുടിക്കണോന്ന് പറയണത്. അത് ഇസ്ലാമിന്റെ ഒരു തിയോളജിയാ പറയണത്. അവിടെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ചില ആൾക്കാരെല്ലാം ഉണ്ടാവും, ഇപ്പോ മജ്ലിസിലെല്ലാം അത്തറെല്ലാം കൊടുത്താൽ എനിക്ക് വേണ്ടെന്ന്, ഭയങ്കര സംഭവത്തില്ല. അത് അയാളെ സന്തോഷിപ്പിക്കാനെങ്കിലും നമ്മൾ അത് ചെയ്യേണ്ടതുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ഒരു ചരിത്രം പറഞ്ഞിട്ടാണ് ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരു അറാബിയ മനുഷ്യൻ ഒരു കൊട്ട നിറയെ മുന്തിരി കൊണ്ടുവന്നു. ഒരു കൊട്ട നിറയെ മുന്തിരി കൊണ്ടുവന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് കൊണ്ടുവന്നത്. കൊല ഇങ്ങനെ തിന്നലാണ് നബി തങ്ങളുടെ ഒരു ശൈലി. ഓരോന്ന് പൊട്ടിച്ചിട്ട് തിന്നതിന് പകരം ഇങ്ങനെ തിന്നു. അടുത്ത കൊല ഇങ്ങനെ തിന്നോണ്ടിരിക്കുമ്പോ ആ സ്വഹാബി ഇങ്ങനെ ചിരിക്കിടും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് തിന്നാണ്ടപ്പോ മൂപ്പര് മൂപ്പര് സന്തോഷം കൊണ്ട് പറക്കാനാറ്റം പോയ പോലെ അയാൾ പോയത്. പറന്നിട്ട് നടന്നു ഇന്നലെ പറയണ പോലെ അയാൾ അത്രക്ക് സന്തോഷവതനായിട്ട് തിരിച്ചു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്വഹാബത്ത് ചോദിച്ചു, തങ്ങള് അനിതര സാധാരണമായിട്ടാണല്ലോ കാര്യം ചെയ്തേക്കുന്നത്, തങ്ങൾ കുറച്ച് തിന്നിട്ട് ബാക്കി പറക്കത്തിന് നമുക്ക് തരത്തല്ലേ, ഇന്നെന്താ തങ്ങൾ അങ്ങനെ ചെയ്തേ? എന്തോ ഒരു കാര്യം അതിലുണ്ടാവും. അതെ മോനെ, ഞാനിപ്പോ ഒരു കൊല മുന്തിരി തിന്നപ്പോ ഭയങ്കര കെയ്പ്പായിരുന്നു. ആ സമയത്ത് അടുത്ത് തിന്നോക്കുമ്പോ ഭയങ്കര ചവർപ്പ്, ഫുള്ള് ചവർപ്പും കയ്പുള്ള ഒറ്റ മധുരമുള്ള കൊലയില്ല. അപ്പോഴൊക്കെ ആ സ്വഹാബി ആയിരിക്കുന്നുണ്ട് മധുരമുള്ളതായിരിക്കും, തങ്ക ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ആ സമയത്ത് ആ നിങ്ങൾക്ക് തന്നാൽ ഇതാണോ കൊണ്ടു കൊടുക്കല് എന്ന് പറഞ്ഞ് ചൂടായാൽ ആ പാവത്തിന് മനസ്സിന് വിഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെയാണ് നമ്മുടെ ഒരു കുടുംബജീവിതത്തിലും ശരിക്കും നമ്മുടെ ഭാര്യക്ക് കറിയാക്കി തരുത്ത്, ഭക്ഷണമാക്കി തരുത്ത്, അലക്കല്, പാല് കൊടുക്കല്, ഇതൊന്നും പെണ്ണുങ്ങ അപ്പുറം ഉണ്ടാവും. നിങ്ങളെ കഥ കഴിഞ്ഞ മക്കളെ. ഈ മസല പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണോന്ന് യാനത്ത് താലിബിന്റെ 4-ാം വെള്ളത്തിലുള്ള ഇതിന്റെ പേരിലൊന്നും നമ്മൾ ചൂടാൻ പാടില്ല. കാരണം നമുക്ക് നിർബന്ധ ബാധ്യത, അവർക്ക് നിർബന്ധമുള്ള കാര്യമല്ല ഇതൊന്നും. ഇതിന്റെ പേരിൽ നമുക്ക് എന്ത് ചൂടാവാൻ? നമ്മളെ മക്കളും ഉമ്മയല്ലേ അവര്. ആ അർത്ഥത്തില് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ വീട്ടില് ഇങ്ങനെ കുറച്ചുകൂടി പുറത്ത് സജീവാണതിന് പകരം ഇപ്പൊ അടുത്തൊരു ചെറുപ്പക്കാരനോട് അവന്റെ ഭാര്യ ചോദിച്ചൊരു ചോദ്യം എന്നോയിട്ട് ഷെയർ ചെയ്തിരുന്നു. അവനോട് അവന്റെ ഭാര്യ ചോദിച്ചത്രേ, നിങ്ങൾ എന്നെയാണോ കല്യാണം കഴിച്ചത് അല്ല മൊബൈലിനെയാണോ? ആ ചോദ്യം ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.